മയ്യനാട് ജന്മംകുളം പ്രദേശത്ത് കനത്ത മഴയിൽ വെള്ളം കയറി. ജന്മംകുളം ഭഗവതി ക്ഷേത്ര പരിസരത്തും വില്ലേജ് ഓഫീസ് പരിസരത്തും വെള്ളം കയറി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയില്ല. ഞാൻ വിചാരിച്ചു വയനാട് വില്ലേജ് ഓഫീസിൽ വന്നപ്പോൾ ഞാൻ കരുതി മൺട്രോത്തെടുത്ത് വില്ലേജ് ഓഫീസിലാണ് ഞാൻ വന്നത്. വെള്ളം കെട്ടി ഞാൻ ഒരു കായലാന്ന് കരുതി. റോഡ് എവിടെയാണെന്ന് അറിയാൻ വയ്യ. മയ്യനാട് പ്രദേശത്ത് പരക്കെ മഴവെള്ള ഭീഷണി ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കയറിയ വെള്ളം അതേപടി കെട്ടിക്കിടക്കുകയാണ്. ഈ ജന്മംകുളം പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തിക്കൊണ്ട് ഇതിലൊരു ഓട നിർമ്മാണം തുടങ്ങി. ഇപ്പോൾ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. അത് കാരണം കർക്കിടക മാസത്തിൽ ഈ പെരുമഴ കൂടി വന്നതോടുകൂടി ജന്മംകുളം ക്ഷേത്രത്തിലും വെള്ളം കയറി. അതുപോലെ തന്നെ വയനാട് വില്ലേജ് ഓഫീസിൽ വെള്ളം കയറി. വില്ലേജ് ഓഫീസിലൊക്കെ കയറണമെങ്കിൽ ഇപ്പം 3 റോഡുകളുടെ സംഗമസ്ഥലം. ഈ 3 റോഡിലോട്ട് റോട്ടിൽ നിന്നും ഈ വില്ലേജ് ഓഫീസിൽ കയറാൻ വയ്യ. വള്ളം ഇറക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ എല്ലാ വർഷവും വെള്ളം കയറാറുണ്ട്. അതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് നല്ല സിമൻറ്റ് കട്ടകൾ ഉയർത്തി വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്ന ജീവനക്കാരും ഇടപാടുകാരും പോകുന്നത്. വെള്ളം ഒഴുക്കിവിടാൻ കോടികൾ ചെലവഴിച്ച് ഓട നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഓട നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. വീടുകളിലും തുടർച്ചയായി വെള്ളം കയറുന്നത് ജനജീവിതം പൊറുതിമുട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ നാടിന് നാണക്കേടല്ലേ? ഈ ഇത്രയും ഡിജിറ്റൽ കേരളീയം ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന സർക്കാരുകൾ ഇതൊക്കെ ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ നാടിന് നാണക്കേടാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.